എല്ലാവർക്കും അജീസ് എഡ്യൂക്രാഫ്റ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? സുഖമാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ, എഴുതാൻ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? ആ, ആ. ഇന്ന് നമ്മൾ ആ കഴിഞ്ഞു വരുന്ന അടുത്ത അക്ഷരമാണ് എഴുതാൻ പോകുന്നത്. അടുത്ത അക്ഷരം ഏതാണ്? ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇ. അപ്പോൾ നമുക്ക് ഇ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഇവിടെ 2 വരയുണ്ട്. അപ്പോൾ താഴത്തെ വരയുടെ മുകളിൽ നിന്ന്, മുകളിലത്തെ വരയുടെ താഴെ നിന്ന്, കണ്ടോ? ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങനെ ഒന്ന് വന്നു, കണ്ടോ? എന്നിട്ട് മുകളിലത്തെ വരയിൽ തൊട്ടു, വീണ്ടും ആ വരയിൽ കൂടെ മുകളിലോട്ട് പോയി ഇങ്ങനെ വളഞ്ഞു, റാ പോലെ, കണ്ടോ? ഇങ്ങനെ വളഞ്ഞു. എന്നിട്ട് താഴത്തെ വരയിൽ വന്ന് തൊട്ടു, എന്നിട്ട് ഈ വരയിൽ കൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നു, വീണ്ടും വളഞ്ഞു, ഇങ്ങനെ നീട്ടി ഒരു വര വരയ്ക്കുക, കണ്ടോ? ഈ ഒരു പ്രാവശ്യം കൂടെ ടീച്ചർ കാണിച്ചു തരാം. മുകളിലത്തെ വരയുടെ താഴെ നിന്ന് ഇങ്ങനെ ഒന്ന് വളച്ച് കൊണ്ടുവന്ന് മുകളിലോട്ട് പോയി ഇങ്ങനെ മുകളിലത്തെ വരയിൽ തൊട്ടു, താഴോട്ട് വന്നു, ആ വരയിൽ കൂടെ വീണ്ടും മുകളിലോട്ട് പോയി റാ പോലെ എഴുതി, എന്നിട്ട് ഈ വരയിൽ വന്ന് താഴത്തെ വരയിലും തൊട്ടു, എന്നിട്ട് ഇങ്ങനെ നീട്ടി മുന്നോട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ വന്ന് വളഞ്ഞു, കുറച്ച് വളഞ്ഞിട്ട് ഇതുപോലെ നീട്ടി ഒരു വര ഇങ്ങനെ വരയ്ക്കുക, കണ്ടോ? ഈ മനസ്സിലാവും? ഈ എഴുതാൻ എല്ലാവർക്കും മനസ്സിലായി. അടുത്ത് നമുക്ക് ഈ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതാനുള്ളതെന്ന് നോക്കാം. ആദ്യം ഈ എഴുതുക. ഇതുപോലെ വളഞ്ഞു, മുകളിലത്തെ വരയിൽ തൊട്ടു, വീണ്ടും ആ വരയിൽ കൂടെ ഇങ്ങനെ മുകളിലോട്ട് പോയി ഈ വരയിൽ തൊട്ടു, വളഞ്ഞു, താഴേക്കിങ്ങനെ വളച്ചെഴുതുക. എന്നിട്ട് ചെറിയൊരു റാ പോലെ എഴുതി, വീണ്ടും അതിനോട് ചേർത്ത് ഒരു റാ പോലെ എഴുതി താഴത്തെ വരയിൽ വന്ന് തൊട്ടു, എന്നിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങനെ നിർത്തുക. ഈ മനസ്സിലായോ? അപ്പോൾ നമ്മളിന്ന് പഠിച്ച അക്ഷരങ്ങൾ ഈ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലെഴുതി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ബൈ.